ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്നുവെന്ന തരത്തിൽ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളടക്കം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസ് ചേവായൂർ പോലീസാണ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ എത്തിയിട്ടുള്ളത്. AI ഫോട്ടോയിൽ നടപടിയുമായി ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ ഈ പോലീസിന്റെ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? കോൺഗ്രസ് നേതാവ് ആയതുകൊണ്ടാണോ തനിക്കെതിരെ മാത്രം ഈ നടപടി എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു. KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം കൂടിയാണ് എൻ സുബ്രഹ്മണ്യൻ. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങളും കുറിപ്പുമാണ് സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. എന്നാൽ ഈ ചിത്രങ്ങളിൽ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്.